2026 അടുക്കുമ്പോൾ ഗ്രീൻ കാർഡ് ഉടമകൾക്കും അതിനായി അപേക്ഷിക്കുന്നവർക്കും പ്രധാന ചില മുന്നറിയിപ്പുകളുണ്ട്. സമീപകാല സർക്കാർ നടപടികൾക്കും പ്രഖ്യാപനങ്ങൾക്കും ശേഷം കുടിയേറ്റ നിയമങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സഹായിക്കും. 2026 ആളുകൾ ശ്രദ്ധിക്കേണ്ട 5 അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിലൊന്ന് യാത്രാ കെണികളെക്കുറിച്ചാണ്. ഒരു ഗ്രീൻ കാർഡ് ഉടമ എന്ന നിലയിൽ നിങ്ങൾ ദീർഘകാലത്തേക്ക് US പുറത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. 2025 ഡിസംബർ 26 മുതൽ DHS പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. 6 മാസത്തിൽ കൂടുതൽ US പുറത്ത് താമസിക്കുന്നവർക്ക് അതിർത്തിയിൽ കർശനമായ പരിശോധനകൾ നേരിടേണ്ടി വരും. റീ എൻട്രി പെർമിറ്റ് ഇല്ലാതെ 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ മാറി നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥിരതാമസം ഉപേക്ഷിച്ചു എന്ന് ഉദ്യോഗസ്ഥർക്ക് അനുമാനിക്കാൻ കഴിയും. ഇത് പോർട്ട് ഓഫ് എൻട്രിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിനോ അല്ലെങ്കിൽ പ്രവേശനം നിഷേധിക്കുന്നതിനോ കാരണമായേക്കാം. നിങ്ങളുടെ സ്റ്റാറ്റസ് സംരക്ഷിക്കാൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഫോം I-131 റീ എൻട്രി പെർമിറ്റ് ഫയൽ ചെയ്യണം. ഇതിന് 2 വർഷം വരെ സാധുതയുണ്ടാകും. മറ്റൊരു കാര്യം, തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ്, അതായത് EB1, EB2 അല്ലെങ്കിൽ EB3 പോലുള്ള നേടുന്നതിനുള്ള വഴികളും 2026 പരിഷ്കരിക്കും. നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ DHS പദ്ധതിയിടുന്നുണ്ട്. ഇത് തൊഴിൽ ഓഫറുകൾക്ക് കർശനമായ തെളിവുകളോ അല്ലെങ്കിൽ ശമ്പളം നൽകാനുള്ള തൊഴിലുടമയുടെ ശേഷി തെളിയിക്കുന്ന പരിശോധനകളോ ആവശ്യപ്പെട്ടേക്കാം. ഈ മാറ്റങ്ങൾ ബാക്ക്ലോഗുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. മൂന്നാമത്തെ അപകട സാധ്യത ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. 2025 അവസാനത്തോടെ പാസാക്കിയ HR1 എന്ന നിയമം കാരണം ഏകദേശം 1 ദശലക്ഷത്തിലധികം ഗ്രീൻ കാർഡ് ഉടമകൾക്കും വിസ ഉടമകൾക്കും 2026 ജനുവരി 1 മുതൽ ചില ആരോഗ്യ പദ്ധതികൾക്ക് അർഹത നഷ്ടപ്പെടും. സബ്സിഡികളില്ലാതെ പ്രീമിയങ്ങൾ കുത്തനെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് ഒരു മറഞ്ഞിരിക്കുന്ന സാമ്പത്തിക അപകടമാണ്. അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള കാത്തിരിപ്പ് സമയത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത അവസ്ഥ ഒഴിവാക്കാൻ ആളുകൾ തൊഴിലുടമയുടെ ആരോഗ്യ പദ്ധതികളോ സംസ്ഥാന ഓപ്ഷനുകളോ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഗ്രീൻ കാർഡ് ഉടമകൾ നാടുകടത്തലിൽ നിന്ന് പൂർണ്ണമായും മുക്തരല്ല എന്നതാണ്. 2026 ചില മയക്കുമരുന്ന് കേസുകൾ, നികുതി അടയ്ക്കാത്ത കേസുകൾ എന്നിവയുടെ പേരിൽ നാടുകടത്തൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. IRS ഡാറ്റ പങ്കുവെക്കൽ വർദ്ധിക്കുന്നതാണ് ഇതിനൊരു കാരണം. പഴയ നയങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതിനാൽ യാത്ര ചെയ്യുമ്പോൾ പഴയ ചെറിയ കേസുകൾ പോലും അവലോകനത്തിന് കാരണമായേക്കാം. എങ്കിലും മിക്ക നാടുകടത്തലുകളും വ്യക്തമായ നിയമലംഘനങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നത് ഓർക്കേണ്ടതാണ്. 5ാമത്തെ അപകട സാധ്യത ഡൈവേഴ്സിറ്റി വിസ ലോട്ടറിയുമായി ബന്ധപ്പെട്ടതാണ്. ഫിസിക്കൽ ഇയർ 2026 വരെ ഈ പ്രോഗ്രാം തുടരുമെങ്കിലും പരിഷ്കരിച്ച പ്രക്രിയയിൽ അർത്ഥമാക്കുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം കൂടുതൽ കർശനമായി പരിമിതപ്പെടുത്തും എന്നതാണ്. തട്ടിപ്പ് പരിശോധനകൾ കൂടുതൽ തീവ്രമാവുകയാണ് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടുതൽ ആളുകൾ അപേക്ഷിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ തൊഴിലടിസ്ഥാനമാക്കിയുള്ള വഴികൾ പോലുള്ള ബാക്കപ്പ് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കേണ്ടത് നിർണായകമാണ്. അപേക്ഷകൾക്കുള്ള നിർബന്ധിത ഇലക്ട്രോണിക് പേയ്മെന്റുകൾ ആരംഭിക്കുന്നു എന്നതും ശ്രദ്ധിക്കുക. കൂടാതെ നിലവിലെ അപ്ഡേറ്റുകൾ പ്രകാരം ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ള EB2 വിഭാഗം മുന്നോട്ട് പോകുന്നു, എന്നാൽ EB3 വിഭാഗം മാന്ദ്യം നേരിടുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.